ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേരത് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കാണാത്തവർ വീണ്ടും എന്നോട് വന്ന് എൻക്വയറി ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റായിട്ട് ഇട്ടേക്കാം എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് 10 മണിക്ക് മുമ്പായിട്ട് ഞാനിടും. നിങ്ങൾ ആ ഒരു പോസ്റ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനതിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് വീണ്ടും പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു സീക്രട്ട് തോട്ട്സ് എന്താണ്, അവർക്ക് എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നു അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. ഇനി ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജീസ്, ക്ലൂസ്, അതുപോലെ സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതെല്ലാം മാച്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ലവേഴ്സ് ഒറാക്കിൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. Acceptance is the key to inner peace. At times we must accept things as they are. There is no point trying to change that which is beyond our control. അതായത് ഈ ഒരു കാർഡ് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കെല്ലാവർക്കും മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ലൈഫിൽ വരുന്ന പല അപ്സ് ആൻഡ് ഡൗൺസ് ഇത് നമ്മൾ അംഗീകരിക്കാറില്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറില്ല. എല്ലാം നമ്മളുടേതാണ്, അല്ലെങ്കിൽ നമ്മളാണ് നോക്കി നടത്തുന്നത്, നമ്മളുടെ കൺട്രോളിലാണ് എന്നുള്ളൊരു ധാരണയിലാണ് മിക്കപ്പോഴും നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളുടെ ആ ഒരു മനസ്സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ താക്കോൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു അക്സെപ്റ്റൻസ് ആണ്. അതായത് കാര്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ പെട്ടു, കുറേ നാളുകളായിട്ട് സ്മൂത്തായിട്ട് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് ഇതിനൊരു ബ്രേക്കപ്പ് സംഭവിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ ഈ പേഴ്സൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നു. പക്ഷേ നമ്മളുടെ മനസ്സിത് ജന്മ ചെയ്തു കഴിഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കില്ല. എനിക്ക് വീണ്ടും ആ പഴയതുപോലെ തന്നെ ആവണം, പഴയതുപോലെ തന്നെ എന്നെ വിളിക്കണം, പഴയ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടണം, ആ ഒരു പഴയത് എന്നും പറഞ്ഞ് നമ്മൾ നിൽക്കുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം വാശി പിടിക്കുന്നു, അത് തന്നെ നമുക്ക് വേണം. നമ്മൾ ആ സിറ്റുവേഷൻ എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ട് നമുക്ക് വന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അതായത് ലൈഫ് എന്ന് പറയുന്നത് എന്നും ഒരേപോലെയല്ല, ഒരേ ഫ്ലോയിൽ ഒഴുകി പോവില്ല. തീർച്ചയായിട്ടും അതിനകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ കുറേ നാൾ നല്ല രീതിയിൽ പോയി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു വലിയൊരു തകർച്ചയ്ക്ക് ശേഷം വന്നതായിരിക്കാം നമ്മളിപ്പോൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി, അതും കുറച്ച് നാൾ കഴിഞ്ഞ് തകരുന്നു. അപ്പോൾ ഇത് നമുക്ക് അംഗീകരിക്കാനായിട്ട് പലരുടെയും മനസ്സിന് സാധിക്കാറില്ല. എന്തുകൊണ്ട് എനിക്കിങ്ങനെ വരുന്നു? അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ കുറേ കാര്യങ്ങളെങ്കിലും നമ്മുടെ നിയന്ത്രണത്തിലല്ല, നമ്മളത് ആവശ്യമില്ലാതെ ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കൺട്രോളിലല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ വാശി പിടിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമ്മളെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയായിട്ട് അടുപ്പിച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലാക്കിയെടുത്തത് ഒരു യൂണിവേഴ്സാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സൽ പവർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അകൽച്ച ഉണ്ടാവാൻ, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷനിൽ വരാനും തീർച്ചയായിട്ടും അത് തന്നെയാണ് നിമിത്തമായിട്ട് മാറുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പർപ്പസ് അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മനസ്സമാധാനം ഉണ്ടാവും. നമ്മുടെ കയ്യിലാണ് എല്ലാം എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു മനസ്സമാധാനക്കുറവ് കൊണ്ട് നമ്മൾ ഓടി നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു റീസൺ ഉണ്ട്. അതിൻ്റെ വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ആ ഡിവൈൻ തന്നെ ചെയ്യും എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറേയെങ്കിലും ഒരു മനസ്സമാധാനം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ കാണുന്ന പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല, നിങ്ങൾ തമ്മിൽ അങ്ങനെ കമ്മ്യൂണിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരെന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അവർക്കോ ചിലപ്പോൾ പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കണമെന്നില്ല. കാരണം രണ്ട് പേരും രണ്ട് ധ്രുവങ്ങളിലാണ് എന്നുള്ള രീതിയിലുള്ളൊരു എനർജീസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും അവർക്ക് നിങ്ങളുടെ ആ ഒരു അസാന്നിധ്യം നല്ല രീതിയിൽ ഒരു കുറവായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നപ്പോഴുള്ള ആ മധുരമായിട്ടുള്ള ഓർമ്മകൾ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തി ഓർക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം. കാരണം ഇന്നലെയോ ഇന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ ഒന്നും വഴക്കിട്ട് പോയിട്ടുള്ള വ്യക്തികളല്ല കാണുന്നത്.
കാരണം കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ ഈ ഒരു സെപ്പറേഷനിലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ചിലപ്പോൾ നേരത്തെ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നൊരു സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടുമ്പോൾ നിങ്ങൾ എന്നായിരിക്കും കോംപ്രമൈസ് ചെയ്യുന്നത്, നിങ്ങളായിരിക്കും അവരെ ചിലപ്പോൾ കുറച്ചും കൂടി കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ വഴക്ക് മാറ്റാനായിട്ട് മുൻകൈ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇവരാണ് അങ്ങനെ വരുന്നതെന്നെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അത് ഞാൻ പിരിഞ്ഞിരിക്കാൻ വയ്യ, നിങ്ങളെ കാണാതിരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്കിപ്പോൾ അത്ഭുതമായിട്ട് തോന്നുന്നത് എങ്ങനെ ഇത്രയും ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു അകൽച്ച നിങ്ങൾ സഹിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ വിചാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സോഷ്യൽ മീഡിയാസിലൊന്നും ബ്ലോക്കിംഗ് ഒന്നും ചെയ്തിട്ടുള്ള വ്യക്തികളല്ല എന്നുണ്ടെങ്കിൽ വല്ലപ്പോഴാണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാനോ ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ടാവാം. അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവാം, നിങ്ങളെ അറിയുന്ന കോമൺ ഫ്രണ്ട്സ് ഉണ്ടാവാം, അവരോട് ചോദിക്കുന്നുണ്ടാവാം. നിങ്ങളതുപോലെ തന്നെ സൈലൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇവരെക്കുറിച്ച് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ സ്റ്റാറ്റസിലൂടെയോ അല്ലെങ്കിൽ ഇവരുടെ പോസ്റ്റുകളിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. നമുക്കിപ്പോൾ ഒരാളെക്കുറിച്ച് കോൺടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ അവർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ വിവരങ്ങളൊക്കെ അറിയുന്നത് അവരുടെ പോസ്റ്റിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ സന്തോഷത്തോടെ ഇരിക്കുന്ന പോസ്റ്റ് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, അങ്ങനെ തന്നെ വിചാരിക്കുകയുള്ളൂ അവർ സന്തോഷത്തിലാണ് എന്നുള്ളൊരു ധാരണയായിരിക്കും നമുക്ക് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ഇടുന്നോ അതിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു രീതിയിൽ ആപേക്ഷികമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ഈ പറയുന്ന രീതിയിൽ സ്റ്റാറ്റസ് ഇടുകയോ പോസ്റ്റ് ഇടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആദ്യത്തെ കുറേ നാൾ സെപ്പറേഷനിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ വല്ല ചീറ്റിങ്ങിൻ്റെയോ അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ കുറച്ച് മാറിയിട്ടുണ്ടാവാം. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് പതിയെ ഇതിൽ നിന്ന് ആ ഒരു എന്താ പറയുക മൂവ് ഓൺ ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് ഇനി എനിക്ക് വേണ്ടി ജീവിക്കണം, മറ്റൊരാൾക്ക് വേണ്ടി കരഞ്ഞ് മതിയായി, ഇനി ഞാൻ എന്നെ ഒന്ന് സ്നേഹിക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുന്ന കാര്യങ്ങളും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ജോലി, ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിനേക്കാളും ഒരു പടി കൂടി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വ്യക്തി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലേ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ തരണം ചെയ്തോ എന്നുള്ളൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജി ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി ആണെങ്കിലും ഇത്തരത്തിലാണുള്ളത്. അതായത് കരഞ്ഞ് നിലവിളിച്ച് ആ ഒരു സംഭവിച്ച അല്ലെങ്കിൽ ആ ഉണ്ടായിട്ടുള്ള ഒരു ട്രോമയിൽ തന്നെ ഇരിക്കാതെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച വ്യക്തികളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സുകൊണ്ടൊരു വാശി വന്നിട്ടുണ്ടാവും. എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം, ആരില്ലെങ്കിലും ഞാൻ ജീവിക്കും, എന്നെ അങ്ങനെ നിഷ്കരണം തള്ളിക്കളഞ്ഞാലും ഞാൻ തളർന്നു പോവില്ല എന്ന് തോന്നിക്കുന്നൊരു രീതിയിലായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ പ്രവർത്തനം. അപ്പോൾ ആ തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ മുറിവുണങ്ങിയെന്നോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഹീലായി നിങ്ങളെല്ലാം മറന്നു അങ്ങനെ ഒരിക്കലും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു സംഭവമുണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു വാശിയുണ്ട്, നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു. പതിയെ നിങ്ങളിതിൽ നിന്ന് ചെറിയ ഒരു ബേബി സ്റ്റെപ്സ് വെച്ചിട്ടാണെങ്കിലും പതിയെ നിങ്ങളിതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് വരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് ട്രോമയിൽ പെട്ടിട്ട് കരഞ്ഞ് തളർന്നിരുന്ന, ഇപ്പോഴും അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ, മറ്റൊരു ഫോക്കസും ഇല്ലാതെ, വേറൊരു ലക്ഷ്യങ്ങളും ഇല്ലാതെ ഇത് മാത്രം വിചാരിച്ചിരിക്കുന്ന വ്യക്തികളുടെ എനർജി അല്ല. അങ്ങനെയുള്ള പേഴ്സൺസ് ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ ഒരു റീഡിങ് നിങ്ങളുടേതല്ല. ഇത് ജീവിതത്തിൽ മുൻപോട്ട് പോകണമെന്ന വാശിയുള്ള, ആര് തകർത്ത് കഴിഞ്ഞാലും അതിനെ അതിജീവിക്കാൻ തയ്യാറായിട്ടുള്ള, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്കിതിൽ കാണുന്നത്. അങ്ങനെയുള്ളൊരു പേഴ്സൺസിൻ്റെ റീഡിംഗ് ആണ് ഇവിടെ. അപ്പോൾ അത് തന്നെ എന്താ പറയുക, നിങ്ങളുടെ വ്യക്തിയെയും നല്ലോണം ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു മാറ്റം, നിങ്ങളുടെ ഈ ഒരു ഭാവമാറ്റം ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പതിയെ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പതിയെ വിട്ടു വരുന്നു, ആ ഒരു വിഷമത്തിൽ നിന്ന് ഒന്ന് കരകയറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് അത് ഫീൽ ചെയ്യും. അവരിപ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണ്, നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു കണക്ഷൻ, ആ ഒരു നോട്ടിന് അവിടെ ഒരു വലിവ് സംഭവിക്കും. അപ്പോഴാണ് അവർക്കതൊന്ന് സ്ട്രൈക്ക് ചെയ്യുക. ഇത് നമ്മൾ ഫിസിക്കലി ഉള്ള കാര്യമല്ല പറയുന്നത്, നമ്മളുടെ ആ ഒരു സോൾ കണക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത്രയും ജെല്ലായിട്ടുണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിലാണ് ഈ ഒരു അകൽച്ചയെങ്കിൽ അത് ആദ്യമേ നിങ്ങൾ അവരുടെ പുറകെ ചേസ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവർ മൂടിക്കൊണ്ടേയിരിക്കുന്നു, പതിയെ നിങ്ങൾ നിൽക്കുന്നു, തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു മാറ്റം തിരിച്ചറിഞ്ഞ് നിങ്ങളെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു സീനിലാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഒറ്റ വാചകത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാറ്റം, നിങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മാറി
നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്ട്രെങ്ത് കാർഡ് പോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഭാവമാറ്റം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേടിയ ആ ഒരു സ്ട്രെങ്ത്ത് നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ അമ്പരപ്പിക്കുന്നുണ്ട്. അവരാകെ ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അവർക്ക് എന്താ പറയുക, അവരില്ലാതെ നിങ്ങൾ ജീവിച്ചു തുടങ്ങിയോ, അവരുടെ ആബ്സെൻസിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ, അപ്പോൾ നിങ്ങൾ മാറി തുടങ്ങിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ട് അവരോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നില്ല, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് അവരുടെ മനസ്സിലുണ്ടാവുകയാണ്. ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അത്രത്തോളം ഇവരുമായിട്ട് എന്താ പറയുക അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തികളായിരിക്കാം. ഇവരില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും 1000 പ്രാവശ്യം ഇവരോട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൊരു മാറ്റം നല്ല രീതിയിൽ ഈ ഒരു വ്യക്തിയെ ടെൻഷൻ അടുപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ അങ്ങനെയാണല്ലേ, ചില സാധനങ്ങൾ നമ്മളുടെ കൈവശം ഉണ്ടായിരിക്കുമ്പോൾ ഒരു വിലയുണ്ടാവില്ല. അത് നഷ്ടപ്പെടുത്തി അല്ലാന്നുണ്ടെങ്കിൽ അത് മറ്റാരുടെയെങ്കിലും സ്വന്തമാകാൻ പോകുന്നു, അല്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊക്കെ തോന്നുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. അപ്പോഴാണ് നമ്മളതിനെ കൂടുതൽ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആർക്കും വിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടേതായിട്ട് ചേർത്ത് പിടിക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു 6 ഓഫ് കപ്സിൻ്റെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ താഴെ തന്നെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് അവരിവിടെ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിക്കുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളുടെ മെമ്മറീസിലിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്, നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു 8 ഓഫ് കപ്സും 6 ഓഫ് പെൻറ്റക്കിൾസും തീർച്ചയായിട്ടും നിങ്ങളത് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പതിയെ അത് ഉപേക്ഷിച്ച് പോകാനായി തുടങ്ങുമ്പോൾ ഈ ഒരു വ്യക്തി ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരാനായിട്ട് റെഡിയാവുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു സ്പ്രെഡ് കണ്ടിട്ട് മനസ്സിലാവുന്നു തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ അത്രയേറെ ബോണ്ടിങ്ങുള്ള വ്യക്തിയായിരിക്കണം, എസ്പെഷ്യലി നിങ്ങൾ. കാരണം ഈ ഒരു വ്യക്തിയുടെ അഭാവത്തിൽ നിങ്ങൾക്ക് ജീവിക്കാനേ കഴിയില്ല എന്ന് നിങ്ങൾ തന്നെ അവരോട് ചിലപ്പോൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്താ പറയുക, അവരൊന്ന് കോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് സമയത്തൊന്ന് മെസ്സേജ് അയച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്ന ആളായിരിക്കാം, ടെൻഷൻ അടിക്കുന്ന ആളായിരിക്കാം. അപ്പോൾ അത്രയേറെ ഇവരെ കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു സെപ്പറേഷൻ ഇവരായിട്ട് തന്നെ ഉണ്ടാക്കി തന്നതാണെങ്കിൽ പോലും ഇതിനെ എന്താ പറയുക അതിജീവിക്കാനായിട്ട് കഴിയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ തകർന്നു പോകും, തകർന്ന് തരിപ്പണമാകും എന്നായിരിക്കും ഈ ഒരു പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്നും ഇല്ലാതെ നിങ്ങളത് ഓവർകം ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നല്ല രീതിക്ക് ഈ ഒരു പേഴ്സൺ ടെൻഷനിലാവുന്നുണ്ട്. ആ ഒരു 2 ഓഫ് സോഡ്സിൻ്റെ എനർജി പോലെ ഇവർ നല്ല രീതിക്ക് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഇവർ തന്നെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം, ഇനി പാസ്റ്റിൽ നിങ്ങൾ ഇവരോട് കാണിച്ച സ്നേഹം കാപട്യമായിരുന്നോ, ഇത്രയേറെ ഇവരിൽ അഡിക്റ്റ് ആയിരുന്ന നിങ്ങൾക്ക് എങ്ങനെ മാറാൻ പറ്റി. അവർ ചിലപ്പോൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഇങ്ങനൊരു ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഇവരുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നൊരു സമയത്ത്, ഓൾറെഡി തകർന്നാണെന്ന് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്, ആ ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തകർച്ചയിൽ പെട്ട് നിങ്ങൾ ചിലപ്പോൾ അടപടലം എണീക്കാൻ പറ്റാത്ത രീതിയിലായി പോയിട്ടുണ്ടാവും എന്നവർ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് മാറിയിട്ട് നിങ്ങൾ സെൽഫ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നത് ഇവർ കൺഫ്യൂസ്ഡ് ആക്കുന്നു, അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്നു, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ ഇനി പാസ്റ്റിൽ നിങ്ങൾ കാണിച്ചിരുന്ന സ്നേഹം സത്യസന്ധമായിരുന്നു, അത്രയും സ്നേഹം ഉണ്ടായിരുന്ന ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിയുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അവർ വലിച്ചെറിഞ്ഞൊരു സാധനത്തിന് മൂല്യമുണ്ട് എന്നുള്ളത് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അത്രത്തോളം പോസസീവ് ആവുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. ഒരുപക്ഷെ ഇവർ ചിന്തിക്കുന്നുണ്ടാവും, ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും കടന്നു വന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുണ്ടോ, അതാണോ നിങ്ങളുടെ മാറ്റത്തിന് കാരണം എന്നെല്ലാം ഇവർ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ ഇത് നഷ്ടമാകാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇനിയൊരു തേർഡ് പാർട്ടി നിങ്ങളുടെ വഴിക്ക് കൂടി വന്നു കഴിഞ്ഞാൽ അവരത് സഹിക്കുന്നില്ല, അവർക്ക് നിങ്ങളെ വിട്ടുകൊടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു എനർജീസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിസ്സംശയം പറയാൻ പറ്റും, നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ആ ഒരു മാറ്റമാണ് ഈ ഒരു പേഴ്സണെ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ അവരുടെ ആ ഒരു സോൾ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരിപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും എന്തോ നിങ്ങൾ അവരിൽ നിന്ന് ആ ഒരു തിരിഞ്ഞു നടക്കുന്നു, അവരിൽ നിന്ന് പതിയെ മൂവ് ഓൺ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സ്ട്രൈക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയാസൊക്കെ അവൈലബിൾ ആണ്, നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ചിലപ്പോൾ DP മാറ്റിയിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാക്കുകൾ നേരത്തെ കരഞ്ഞു വിളിച്ച് സ്റ്റാറ്റസൊക്കെ ഇട്ടുകൊണ്ടിരുന്ന നിങ്ങളിപ്പോൾ കുറച്ച് ബോൾഡായിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നേ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവർ നല്ല രീതിയിലൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്, ഇവർക്കിത് നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പ്രാർത്ഥനകളും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസും അഫർമേഷൻസും ഒക്കെ ചെയ്ത് മടുത്ത് ഇനി വയ്യ, ഇനി ഞാൻ എൻ്റെ കാര്യം നോക്കണം എന്ന് വിചാരിച്ച ആ ഒരു രീതിയിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങൾക്കെല്ലാം റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നു, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്.
ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു എനർജിക്ക് വന്ന ഒരു ഷിഫ്റ്റിംഗ്, അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കാൻ തുടങ്ങിയത്, നിങ്ങൾക്കൊരു വാല്യൂ തരാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ്, നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്താണ്. വളരെ നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി, അതുപോലെ തന്നെ 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി പോലെ ഇവർ നല്ല രീതിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കഷ്ടപ്പെടാനായിട്ട് റെഡിയാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു സെപ്പറേഷനിൽ ചിലപ്പോൾ ഇവർ സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും തന്നത്, അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വല്ല മോശമായിട്ട് കാര്യങ്ങളും ചീത്തയൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്ന് ക്ലിയർ ആക്കാൻ, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ, അതിനുവേണ്ടി എന്തോ ഒരു എഫേർട്ട് എടുക്കാനും എല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു തോന്നലാണ് ഇവർക്ക് മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇവർക്ക് നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങൾക്ക് വേണ്ടി മുൻകൈയെടുത്ത് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള വഴക്കുകളാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വാക്ക് തർക്കങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം പറഞ്ഞു തീർത്ത് ആ ഒരു ഹീലിംഗ് രണ്ടുപേർക്കും ഉണ്ടാവാനും, അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ നടക്കുമെന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ അവരുടെ ഒരു ഹോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്, ഈ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചിലവർക്കെങ്കിലും ചിലപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ പാർട്ട്ണറുടെ കയ്യിൽ നിന്നൊരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം. കാരണം ഇവരത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്, ഇവർക്ക് എത്രയും വേഗം നിങ്ങളിലേക്ക് ഓടിയെത്തണം എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പഴയതുപോലെ ആവാൻ കഴിയുമെന്നുള്ളൊരു പ്രത്യാശയും ഈ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൻ്റെ തോട്ട്സ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ആയിട്ടും ഒക്കെ നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്, വീണ്ടും റീകൺസിലേഷന് വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസും പ്രാർത്ഥനകളൊക്കെ ഫലിക്കുന്നൊരു സമയം ഇതായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് എല്ലാം കൊണ്ടും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്കപ്പോൾ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് മെയ് മന്ത്, നമ്പർ 15, നമ്പർ 3, കോഴിക്കോട്, ലെറ്റർ M, സ്കോർപിയോ സോഡിയക് സൈൻ, letter O, letter D, February month, Wayanad, Pisces, Kottayam, Leo, letter C, letter J, Aquarius, Taurus, September month, number 18, letter Q, number 19, number 13, number 8, letter A, and the last one, number 25. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു ക്ലോസ്, അതുപോലെ തന്നെ എനർജീസ്, സിറ്റുവേഷൻസ്, ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ വളരെയധികം ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സർവൈവ് ചെയ്ത് ഏതൊരു ട്രോമയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടേതായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺസിൻ്റേതാണ് ഈ ഒരു റീഡിംഗ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ മറ്റുള്ള കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മാറ്റം ഈ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ സ്വീകരിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള എനർജീസ് നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.